ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാററായ ഒരു ബിഗ് ബജറ്റ് മൂവിയെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ആ സിനിമയെ കുറിച്ച് സംസാരിച്ചതാണ്. പക്ഷെ അന്ന് അതൊരു റൂമർ മാത്രമായി ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റി ഒരു അപ്ഡേറ്റ് പോലെ തന്നതൊരു വീഡിയോ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അത് ഏറെക്കുറെ ഇപ്പോഴും ഒഫീഷ്യലി ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഞാൻ എപ്പോഴും പറയാറുന്ന പോലെ നമ്മൾ ഇങ്ങനത്തെ റൂമേഴ്സ് കേൾക്കുന്നതൊക്കെ പിന്നീട് സത്യമാവാറാണ് പതിവ് എപ്പോഴും. സോ ഈ മൂവി ഇപ്പം വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഭയങ്കര വലുതാണ്. അതായത് ഈ സിനിമ ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾക്ക് അറിയാം, നമ്മൾ അന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരുടെ പേരായിരുന്നു അന്ന് നമ്മൾ കേട്ടത്. എന്നാൽ ഇപ്പം കാസ്റ്റിന്റെ ലിസ്റ്റും മാത്രമല്ല, ആ സിനിമയെ കുറിച്ചുള്ള കേൾക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞു വരുമ്പോൾ അതൊരു വളരെ വലിയ, നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും വലിയൊരു മൂവി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ റീസെന്റ് ലാലേട്ടന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ലാലേട്ടൻ എന്താ പറയാ, ആൻഡ്രോ ജോസഫിന്റെ കൂടെ കണ്ടതുകൊണ്ട് തന്നെ ലാലേട്ടൻ ശ്രീലങ്കയിലേക്ക് ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട്, കാരണം ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ശ്രീലങ്കയിലാണ്, അത് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യമായിരുന്നു. സോ ലാലേട്ടൻ ഓഫ് ടു ശ്രീലങ്ക, ഇതിന്റെ ഷൂട്ടിങ്ങിനായിട്ട് ശ്രീലങ്കയിലേക്ക് പോകുന്ന ഒരു എയർപോർട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വല്ലാതെ പ്രചരിച്ചിരുന്നു. എന്താണ് അതിന്റെ അപ്ഡേറ്റ് ഒന്നും അവർ, കാരണം മേ ബി ഒരു വലിയ പ്രൊജക്ട് ആയതുകൊണ്ടും കുറെ വലിയ സസ്പെൻസുകൾ, സർപ്രൈസുകൾ ആ സിനിമയിൽ ഉള്ളത് കൊണ്ട് ആയിരിക്കും ഇതിങ്ങനെ ഒരു ബിൽഡപ്പ് ഇട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. എന്തായാലും ഇപ്പം വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതൊരു 2020, നമ്മൾ മലയാളത്തിലെ ഒരു അടുത്ത് 2020 ആകാൻ പോകുന്ന ഒരു സിനിമ. അതായത് കാസ്റ്റിംഗില് മൾട്ടിസ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, പിന്നെ നമ്മുടെ ആസിഫ് അലി, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ, സൗബിൻ, നയൻതാര, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ് ഈ സിനിമയെ കുറിച്ച് ഇപ്പം പുറത്തു വരുന്നത്. ഇത് ഇപ്പോഴും 100% നമുക്ക് കൺഫേം അല്ല. ബട്ട് ഇത് പോസിബിൾ ആവും, അല്ലെങ്കിൽ ഇത് കൺഫേം ആയിട്ട് നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം എന്നുള്ളതിന്റെ ഒരു കാര്യം എന്താ വെച്ചാല്, ഓൾറെഡി ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ കേട്ടത് ഒരു പ്രൊഡ്യൂസർ, നമ്മൾ ഒരു സത്യസന്ധമായ ഒരാളെ, ഒരു ഒതന്റിക് ആയുള്ള ഒരു സോഴ്സിൽ നിന്ന് ഞാൻ കേട്ടത്, നമ്മുടെ ഒരു കിഷ്കിന്ദ കാഠത്തിന്റെ ഒക്കെ പ്രൊഡ്യൂസറായ അദ്ദേഹം ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതാണ്. മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ പടത്തിന് സ്ക്രിപ്റ്റ് കേട്ടതാണ്. ഇറ്റ്സ് എ ബ്രില്യൻ മൂവി. അത് ഐ ഫീൽ ദാറ്റ് അതൊരു വല്ലാത്ത സിനിമയായി മാറി. ഞാനത് മൊത്തം ഇരുന്ന് കേട്ടത്. അപ്പം അത് ഞാൻ പറഞ്ഞാൽ, ഇത് പറയാൻ കാരണം വെച്ചാൽ അന്ന് കഴിഞ്ഞ് ഞാൻ കേട്ട ഒരു പടം. അപ്പൊ അത് ചെയ്യണമെന്ന്, അത് ഏതാ ചേട്ടാ മൂവി? മമ്മൂക്കയും മോഹൻലാലും ഒരുമിക്കുന്ന? അതിപ്പോ ഒരു മഹേഷ് നാരായണൻ സിനിമ ടൈറ്റിൽ ഇട്ടിട്ടില്ല. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, ഡിഫറെന്റ് ആയ ഒരു പ്രൊജക്ട്. അതിൽ മമ്മൂക്കയും ലാലേട്ടൻ അങ്ങേര് ആ ഇന്റർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി വന്നിട്ടില്ലെങ്കിൽ കൂടി. അപ്പൊ ഇതൊരു എന്താ പറയാ, നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത, മേ ബി ഇന്ത്യൻ സിനിമയെ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ്, ഒരു സ്റ്റോറി ലൈനാണ്. പല രാജ്യങ്ങളിലും ഷൂട്ട് ചെയ്യേണ്ട, നമ്മൾ ശ്രീലങ്കയിൽ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആ കഥയ്ക്ക് എന്തായാലും ആ ഒരു വ്യത്യാസം ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ. നമുക്ക് അപ്പോൾ തന്നെ അത് ഗസ് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രത്തോളം മൾട്ടി സ്റ്റാർ ഇതിലുണ്ടോ എന്ന് നമ്മൾ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം സബ്ജക്റ്റ് ഇപ്പം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, പല കൺട്രിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട അത്തരത്തിലൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഏത് സ്റ്റാറും മഹേഷ് നാരായണന്റെ മൂവിയിലേക്ക് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. മഹേഷ് നാരായണൻ അത്ര എന്താ പറയാ, നോൺ ആയ, എല്ലാ ലാംഗ്വേജും എല്ലാവർക്കും അറിയാവുന്ന അത്രത്തോളം ഗംഭീര സിനിമ മലയാളത്തിലെടുത്ത ഗംഭീര എഡിറ്ററും ഗംഭീര ഡയറക്ടറും ആണ്. സോ അതിലൊരു ഡൗട്ട്ഫുൾ ആയിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു സബ്ജക്റ്റും അതിന് കണ്ട ത്രെഡും ആ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ ആരും ഏത് ലാംഗ്വേജിൽ വന്നിട്ട് ഈ സിനിമയിൽ അഭിനയിക്കും. സോ ലാലേട്ടനും മമ്മൂക്കി ഇതിലുണ്ടെന്ന് നമ്മൾ ഏകദേശം 99.9% നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ലാലേട്ടന്റെ ഇനി എന്ത് ഏത് തരം റോളാണ് ലാലേട്ടൻ ഇതിൽ ചെയ്യുന്നതെന്ന് മമ്മൂക്കയുടെ മൂവി ആയിട്ടാണ് നമ്മൾ അറിയുന്നത്. മമ്മൂക്ക സ്റ്റാറർ മൂവിയാണ് ആക്ച്വലി, അങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്. ലാലേട്ടൻ അതിലൊരു വേഷം ചെയ്യുന്നു. ബട്ട് ലാലേട്ടൻ നെഗറ്റീവ് റോളാണോ? ചില പോസ്റ്റുകൾ ഞാൻ കണ്ടു, ലാലേട്ടൻ ഒരു നെഗറ്റീവ് വേഷത്തിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര സന്തോഷം, ഗംഭീരമായിരിക്കും. ലാലേട്ടൻ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഒന്നുമല്ല, അത്യാവശ്യം എന്താ പറയാ, നല്ല പ്രാധാന്യമുള്ള ഒരു റോളിൽ തന്നെയാണ് ലാലേട്ടൻ വരുന്നത്. അതിന്റെ കൂടെ ഫഹദ് ഫാസില്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, ടോവിനോ, ഉണ്ണി മുകുന്ദൻ, സൗബിൻ, ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന്, ഈ ഒരു കാസ്റ്റിംഗ് ക്രൂവിൽ ഇത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ ഇപ്പോഴും അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല, ഒരു ഇൻഫോർമേഷൻ. ബട്ട് എന്നാൽ പോലും ഇതൊക്കെ സത്യമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിപ്പോർട്ടുകളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത് അതില്. മാത്രമല്ല, ഓൾറെഡി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ. പിന്നെ മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കാൻ മനസ്സിലാവും,
പലതരം സിനിമകളുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് പോലും എല്ലാ വിവരങ്ങളും നമ്മൾ അറിയുന്ന സിനിമകളുണ്ട്, ഒരു നോർമൽ ഇതിൽ വരുന്ന സിനിമകൾ. എന്നാൽ ചില സിനിമകളുണ്ട് നമുക്കറിയാം, എമ്പുരാൻ പോലത്തെ അല്ലെങ്കിൽ ബിഗ് ബജറ്റ് സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ ഉള്ളിൽ വെച്ച് ഭയങ്കര സസ്പെൻസ് ഉള്ള മൾട്ടി സ്റ്റാർ സിനിമകളൊക്കെ ആണെങ്കിൽ അതിനൊരു ഭംഗിയും അതിനൊരു രസവും എപ്പോഴും അതൊരു കുറച്ച് സീക്രറ്റീവ് ആയിട്ട് അതിന്റെ ഒരു ആ സർപ്രൈസ് എലമെന്റ് നമ്മൾ ഒരിക്കലും വിടാതെ അത് വെക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് അറിയില്ല, അതിന്റെ ഒരു ഒഫീഷ്യൽ ഒരു അനൗൺസ്മെന്റ് വരില്ല. അതൊക്കെ അതിന്റെ ടൈം ആകുമ്പോൾ അതിന്റെ ക്രൂ നമ്മളെ മുമ്പിലേക്ക് ഇടുന്നതാണ്. സോ ഉറപ്പായിട്ടും ഈ മഹേഷ് നാരായണൻ മൂവി അത്തരത്തിലൊരു മൂവി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റോ കാര്യങ്ങളൊന്നും വരാത്തത്. കാരണം ഇത്രത്തോളം അപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് ഗസ് ചെയ്യാൻ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പോസിബിലിറ്റി ഇത്ര സ്റ്റാറായ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ ഇത്ര വലിയൊരു സിനിമ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഭയങ്കര എന്താ പറയാ, ഒന്ന് ഹൈഡ് ചെയ്ത് നമ്മളെ മുമ്പ് നോക്കെ അതിനൊക്കെ റീസണും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാവുന്ന ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇത് ഈ കേട്ട സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഇത് സത്യസന്ധമാണോ അല്ലെങ്കിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഒരു വെരി ബിഗ് ഒരു ഹ്യൂജ് മൂവിയാണ് ഇത് വരാനിരിക്കുന്നത്, മഹേഷ് നാരായണൻ മൂവി. ഒരു ബിഗ് ബജറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ്, ഇപ്പൊ ബിഗ് ബജറ്റ് അല്ല, ഒരു അങ്ങനെ പറയുന്നതിനെക്കാട്ടും ഒരു രസം കേൾക്കാൻ ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള മൂവിയാണ്. കാസ്റ്റ് കൊണ്ടും അതിന്റെ സ്റ്റോറി കൊണ്ടും അതിന്റെ ഒരു എന്താ പറയാ, അതിനൊരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഇവരും മണി അല്ലെങ്കിൽ അതിലേക്ക് ചുരുക്കുന്നില്ല. അതൊരു എല്ലാം കൊണ്ടും ഒരു വലിയ മൂവി തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടിലാണ് നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ഉറപ്പായിട്ടും ക്രൂസ് നമ്മളെ അതത് സമയങ്ങളിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ. ചില മൂവീസിന് നേരത്തെ പറഞ്ഞ പോലെ ചില മൂവീസിന് അങ്ങനെയാണ്, നമ്മൾ ഓഡിയൻസ് ചില കാര്യങ്ങൾ അങ്ങനെ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ഗ്രാജുവലി അറിഞ്ഞാൽ മതി. ഇപ്പൊ എമ്പുരാനൊക്കെ പോലെ തന്നെ. സോ അതാകുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ അവർ അറിയിക്കുന്നതാണ്. നമുക്കപ്പോൾ ഒഫീഷ്യലി അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടും. എന്നാൽ പോലും നമ്മൾ ഇത്ര നേരം സംസാരിച്ച പോലെ ഇതൊരു വലിയ മൂവി തന്നെയാണ്. നെക്സ്റ്റ് 2020 പോലത്തെ ഒരുപാട് ഇത്ര സ്റ്റാർസ് ചെയ്തില്ലെങ്കിൽ പോലും ഒരുപാട് സ്റ്റാർസുകളുള്ള ഒരു മൾട്ടി സ്റ്റാറർ ബിഗ് ബജറ്റ് വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു മഹേഷ് നാരായണൻ മൂവിയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നിൽക്കുന്നത്. മമ്മൂക്ക ലാലേട്ടന്റെ ഒരു കോമ്പിനേഷൻ കാണാനാണ്, അല്ലെങ്കിൽ അവർ ഒരുമിക്കുന്ന ഒരു മൂവി. അതിൽ ഏത് തരം ക്യാരക്ടറാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും എന്തോ വലിയ സംഭവം കുക്കിംഗ് ആണ് ആക്ച്വലി. ഓക്കെ, സോ നമുക്കത് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിനോ കാര്യങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാം. സോ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വരുന്ന ടൈമിൽ ഞാൻ അതിന്റെ വീഡിയോ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.